ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു ചെറിയ പടുതാക്കുളം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇതിനകത്ത് ചിത്രലാടേനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇട്ടേക്കുമായിരുന്നു. പക്ഷേ തീറ്റയ്ക്കൊത്ത് മുതലൊന്നും കിട്ടിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സാധാ സിലോപ്പി ഉണ്ടല്ലോ, അതിനെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. മീൻ കൃഷിയൊക്കെ ചെയ്യുന്നവർ ഈ കുളമൊന്നും കണ്ടു ചിരിക്കരുത് കേട്ടോ. കാരണം ഞങ്ങളിത് മീൻ കൃഷിയായിട്ടൊന്നും തുടങ്ങിയതല്ല, വെറുതെ മീൻ വളർത്താനുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ. ഏകദേശം 5-8 മാസമായി നമ്മൾ ഈ മീനെ ഇട്ടിട്ട്. നമ്മൾ ആദ്യം പിടിക്കുന്നതാണിത്, സിലോപ്പിയനെ ഇട്ടിട്ട് കേട്ടോ. മീൻ തീറ്റ കൂടാതെ നമ്മൾ ചേമ്പലയൊക്കെ ഇതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻകാർ കൊണ്ടുവരുന്ന സിലോപ്പിയനൊക്കെ വാങ്ങിക്കുന്ന അത്രയൊന്നും മീനൊന്നും വലുതായിട്ടില്ല കേട്ടോ. 4 എണ്ണം കൂടിയ ചിലപ്പോൾ 1/2 കിലോ 3/4 കിലോ കിട്ടും, അത്രയേ ഉള്ളൂ. എന്നാലും ഒന്ന് പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കുന്നതാണ്. പിന്നെ കുളം ഒന്ന് തേകിയിട്ടും കുറച്ച് നാളായി. കുഞ്ഞുമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സിലോപ്പിയൊക്കെ ആകുമ്പോൾ പിന്നെ കുഞ്ഞുമീനൊക്കെ ഉണ്ടായിക്കോളുമല്ലോ. ചിത്രലാടയ്ക്കൊന്നും നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടത്തില്ല, അതൊന്നും ഉണ്ടാകത്തില്ല. ആ മീൻ വലുതാകും, ആ മീനെ നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മളിതിനകത്ത് നിന്ന് ഓസ് താഴേക്ക് ഇട്ടേക്കാണ് കേട്ടോ, വെള്ളം പോകാനായിട്ട്. അപ്പം എൻ്റെ ബ്രദറാണിത്. അവൻ ചെന്ന് നോക്കിയപ്പം അവിടെ കണ്ട് കുറേ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓസിലിട്ടുള്ള വെള്ളം നിർത്തിയിട്ട് ഞങ്ങൾ കുളത്തിനകത്ത് ഇറങ്ങി കോരാമെന്ന് വിചാരിച്ചു. കുഞ്ഞതിനെയും വലുതിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് 2 പാത്രത്തിലാക്കി ഇടണമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. പക്ഷേ ഇതുങ്ങളിങ്ങനെ ഈ പിടയ്ക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനെ അങ്ങനെ മാറ്റിയിടാൻ പറ്റിയില്ല. നമ്മൾ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് 2 ബക്കറ്റിനകത്താക്കി ഇടുക കേട്ടോ ചെയ്തേ. ഇനി അതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യാമെന്നോർത്തു. കുഞ്ഞുമീനെയൊക്കെ വീണ്ടും കുളത്തിൽ തന്നെ ഇടാമെന്നോർത്ത് ഞങ്ങൾ അങ്ങനെ പിടിക്കുകയാണ്. ഞങ്ങളൊന്നും കയ്യിലോട്ട് വരുത്തിയില്ല കേട്ടോ. ഇതിൻ്റെ മുള്ള് പിടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കയ്യിലോട്ടൊക്കെ നന്നായിട്ട് മുള്ള് കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിടിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോവാണ്. വെള്ളം കുറയുകയും ചെയ്തു, ചെളി നന്നായിട്ടുണ്ട് താനും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മീനെ കോരി എടുത്തു. അല്ലെങ്കിൽ പെട്ടെന്ന് മീൻ ചത്തു പോകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുമീനൊക്കെ നമുക്ക് ഇനി ഇതിനകത്തോട്ട് തന്നെ ഇടണമല്ലോ. വിഷമില്ലാത്ത 2 മീനെ തിന്നണമെങ്കിൽ എന്ത് കഷ്ടപ്പെടാമെന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ കുറേ എണ്ണത്തിനൊക്കെ പിടിച്ചെടുത്തു. പിന്നെ കപ്പിനകത്ത് കോരിയെടുത്തു. കുഞ്ഞുമീനുള്ളതുകൊണ്ട് കളയാൻ പറ്റത്തില്ല, കുഞ്ഞുമീനുള്ള ചത്തു പോകത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും അരിച്ചും പെറുക്കിയൊക്കെ കേട്ടോ നമ്മളിത് കോരി എടുത്തത്. ഞങ്ങളങ്ങനെ ഏകദേശം മീനെയൊക്കെ കോരിയെടുത്തു കേട്ടോ. ഇനി കുഴിക്കകത്തുള്ള മീനേ ഉള്ളൂ. വെള്ളം കുറഞ്ഞപ്പോൾ അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് ചുമ്മാ തൊട്ടാൽ മതി, നമുക്ക് എടുക്കാൻ പരുവത്തിന് അനങ്ങാതെ മീനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറേ എണ്ണത്തിനെ പറിച്ച് എടുത്തിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ കുളം ജസ്റ്റ് ഒന്ന് അടിച്ച് കൂട്ടി ചെളിയൊക്കെ ഒന്ന് കുറച്ച് കോരിയൊക്കെ കളഞ്ഞു കേട്ടോ.
അന്നത്തേന് മീനെല്ലാം ബക്കറ്റിനകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി. നമുക്ക് പേടിയാകാൻ തുടങ്ങി. ഞാൻ ചത്തുപോകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിനകത്തെ ആ വെള്ളം അങ്ങോട്ട് കോരിക്കളഞ്ഞിട്ട് മീനെ അതിനകത്തോട്ട് പിടിച്ചിട്ടു കേട്ടോ. കണ്ടോ, അപ്പുറത്തെ ബക്കറ്റിൽ ഇരുന്ന് പിടയ്ക്കുന്നുണ്ട്. അതെല്ലാം കൂടെ വെള്ളം കുറവും മീൻ കൂടുതലായപ്പോഴത്തേനും എല്ലാം കൂടെ പൊങ്ങി വന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ മീനെയൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. Buku,